ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ചുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിൻ്റെ മഹാത്മ്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളെല്ലാവരും ഭാഗവതം വായിക്കുന്നവരാണ്. അപ്പോൾ ഭാഗവതം വായിക്കുന്നതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അതിൻ്റെ മഹിമയെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും പത്മപുരാണത്തിൽ, അതേപോലെ സ്കന്ദപുരാണത്തിൽ, ശ്രീമദ് ഭാഗവതത്തിലും ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കലിയുഗത്തിന്റെ ആരംഭത്തിൽ തിരിച്ച് സുധാമത്തിലേക്ക് പോയ സമയത്ത് ഭഗവാനോടൊപ്പം ജ്ഞാനവും ധർമ്മവും തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. ആ സമയത്ത് ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് എന്നുള്ള ഒരു ചോദ്യം ശൗനകാദി മഹർഷിമാർ സൂതഗോസ്വാമിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഉത്തരം സൂതഗോസ്വാമി നൽകുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ്. 3-ാമത്തെ അധ്യായത്തിൽ 43-ാമത്തെ ശ്ലോകത്തിൽ അതിന്റെ ഉത്തരം പറയുന്നുണ്ട്. അത് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കൃഷ്ണേ സുധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിസ്സഹ കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോ അധുനോദിത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മത്തോടും ജ്ഞാനത്തോടും ഒപ്പം സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചുപോയ സമയത്ത് ഉദിച്ചു വന്നിട്ടുള്ള സൂര്യനാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് പറയുന്നത്. എന്തിനാണ് ശ്രീമദ് ഭാഗവതത്തിനെ സൂര്യനോട് ഉപമിച്ചത്? സൂര്യനില്ലെങ്കിൽ ചുറ്റുപാടും ഇരുട്ടാണ്. കലൗ നഷ്ടദൃശാമേഷ എന്നാണ് പറയുന്നത്. കലിയുഗത്തിൽ ആർക്കും ദൃഷ്ടി, യഥാർത്ഥ കാഴ്ച ഇല്ല എന്നാണ് പറയുന്നത്. അവർക്ക് ആർക്കും ആത്മീയമായിട്ടുള്ള കാഴ്ചയില്ല. ആത്മീയമായിട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ട ആളുകളാണ് കലിയുഗത്തിലുള്ളത് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവര് ഭൗതികമായിട്ടുള്ള നേത്രങ്ങൾ കൊണ്ട് കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയും. ഞങ്ങൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അല്ലെ? ശാസ്ത്രം, മോഡേൺ സയൻസ് അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, അതാണ് ഞങ്ങളുടെ പ്രൂഫ് എന്ന് പറയും. അപ്പോൾ ഭൗതികമായിട്ടുള്ള മാംസത്തിന്റെ ചക്ഷുസ് കൊണ്ട് കണ്ട കാര്യങ്ങൾ മാത്രമേ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കൂ. ആത്മീയമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആത്മീയമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. ആ ആത്മീയ ദൃഷ്ടി നമ്മൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം, ഭഗവാന്റെ തന്നെ അവതാരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവാന്റെ തന്നെ രൂപമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ആ ശ്രീമദ് ഭാഗവതം അവതരിച്ചിട്ടുള്ളത് എന്ന് പറയും. പുരാണാർക്കോ അധുനോ ഉദിത. ശ്രീമദ് ഭാഗവതം പുരാണമായിട്ടുള്ള ശാസ്ത്രമാണ് എന്നാണ് പറയുന്നത്. ചില ആളുകൾ പറയും ശ്രീമദ് ഭാഗവതം ഈ അടുത്ത കാലത്ത് രചിച്ചിട്ടുള്ളതാണ്, അത് ശ്രീല വ്യാസദേവൻ രചിച്ചിട്ടുള്ളതല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ
ശീലപ്രഭുപാദർ തന്നെ ആ ഒരു കാര്യം നമ്മൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം വ്യാസദേവൻ തന്നെ രചിച്ചിട്ടുള്ളതാണ്. കാരണം വ്യാസദേവൻ നേരത്തെ തന്നെ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പത്മപുരാണത്തിൽ വിശദീകരിക്കുന്നു. പത്മപുരാണം ശ്രീല വ്യാസദേവൻ രചിച്ചതാണ് എന്നുള്ളതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. പത്മപുരാണത്തിൽ തന്നെ 6 അധ്യായം ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യമാണ് പറയുന്നത്. മാത്രമല്ല പത്മപുരാണത്തിൽ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് അതിലെ ശ്ലോകങ്ങളുടെ സംഖ്യയൊക്കെ പറയുന്നുണ്ട്. 18,000 ശ്ലോകങ്ങളാണുള്ളത്, 12 സ്കന്ധങ്ങളാണുള്ളത് എന്നുള്ള കാര്യമൊക്കെ പത്മപുരാണത്തിൽ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ശ്രീമദ് ഭാഗവതം അതിപുരാതനമായിട്ടുള്ള ശാസ്ത്രമാണ്, പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ അവസാന സമയത്ത് ശ്രീല വ്യാസദേവൻ രചിച്ചിട്ടുള്ളതാണ്. ശ്രീല വ്യാസദേവൻ രചിച്ചിട്ടുള്ള അവസാനത്തെ കൃതിയും ഇത് തന്നെയാണ്, ശ്രീമദ് ഭാഗവതമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിനെ വേദങ്ങളുടെ പക്വബലം എന്നാണ് പറയുന്നത്. വേദങ്ങൾ എല്ലാം ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ മൂത്ത് പഴുത്തമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. നിഗമകൽപ്പതരോർ ഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം എന്ന് പറയും. മുഴുവൻ വേദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു കൽപ്പവൃക്ഷമാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അതിൽ നിന്ന് കിട്ടും. പക്ഷെ അതിൻ്റെ ഏറ്റവും പഴുത്ത ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പൊ ആ ഫലത്തിൽ നിന്നാണ് നമ്മൾക്ക് അതിൻ്റെ ആ മരത്തിന്റെ രുചി അറിയാൻ സാധിക്കുന്നത്. അല്ല, ഒരു മാവിന്റെ രുചി അറിയണമെങ്കിൽ നമ്മൾക്ക് മാവിന്റെ മറ്റു ഭാഗങ്ങളൊന്നും കഴിച്ചത് കൊണ്ട് കാര്യമില്ല. ആ മാങ്ങ ഉണ്ടാകുന്നതിനുള്ള രസം മാവിൽ നിറച്ചുമുണ്ടാകും, മാവിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ഇലയിലുണ്ടാവും, പൂവിലുണ്ടാവും, കായിലുണ്ടാവും, അല്ലെങ്കിൽ തൊലിയിലൊക്കെ ഉണ്ടാകും. പക്ഷെ ആ മാവിന്റെ രുചി നമ്മൾക്കറിയണമെങ്കിൽ അതിൽ മാങ്ങയുണ്ടാകണം. മാങ്ങയിൽ നിന്നാണ്, അതിന്റെ ഫലത്തിൽ നിന്നാണ് നമുക്ക് അതിന്റെ രുചി മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ മുഴുവൻ വേദത്തിന്റെയും രുചി, സ്വാദ് നമ്മൾക്കറിയണമെങ്കിൽ ഭാഗവതം തന്നെ രുചിക്കണമെന്നാണ് പറയുന്നത്. പിബത ഭാഗവതം രസമാലയം എന്ന് പറയും. ഭാഗവതം കുടിക്കാനുള്ളതാണ്, അതിൽ നിറച്ചും വ്യത്യസ്തമായിട്ടുള്ള രസമാണ്, ഭഗവാനെ കുറിച്ചുള്ള രസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ശ്രീമദ് ഭാഗവതം നമ്മൾ വായിക്കുന്നതിൻ്റെ മഹാത്മ്യത്തിനെ കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾക്ക് പത്മപുരാണത്തിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പത്മപുരാണത്തിൽ 6 അധ്യായങ്ങൾ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം തന്നെയാണ്. അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. 3 ദിവസമായിട്ടായിരിക്കും ഈ ഒരു ഭാഗവത മഹാത്മ്യം നമ്മൾ സെക്ഷൻ ചെയ്യുന്നത്. ഇന്നും നാളെയും. മറ്റന്നാള് പ്രത്യേക ദിവസമാണ്. ഹിസ് ഹോളിനസ് ഭക്തിവിനോദ് സ്വാമി മഹാരാജ്, അദ്ദേഹം ഇപ്പോൾ മലേഷ്യയിലാണ്, എന്നാലും ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ചും കൂടി രാത്രി ലേറ്റ് ആയിട്ടുള്ള സമയമാണ്. പക്ഷെ മഹാരാജ് നമ്മുടെ ഇതേ സമയത്ത് തന്നെ 7 മണിക്ക് തന്നെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് മറ്റന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടുന്നതായിരിക്കും. 2 ദിവസം നമ്മൾക്ക് പത്മപുരാണത്തിനെ ബേസ് ചെയ്തിട്ട് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്, അതിലുള്ള മഹാത്മ്യങ്ങൾ മുഴുവൻ നമ്മൾക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാലും അത് ചുരുക്കത്തിൽ നമ്മൾക്കൊന്ന് ഓടിച്ച് നോക്കാൻ സാധിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ശൗനകാദി മഹർഷിമാർ നൈമിഷാരണ്യത്തിൽ വെച്ച് ചോദിക്കുന്നതാണ് സൂതഗോസ്വാമിയോട്. കലിയുഗം ആരംഭിക്കാനായി. കലിയുഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്കറിയാം. ഘോരമായിട്ടുള്ള കലിയുഗമാണ്. കലിയുഗത്തിലെ ആളുകളുടെ സ്വഭാവമൊക്കെ ആസുരികമായിട്ട് മാറും എന്നാണ് പറയുന്നത്. സ്വഭാവം ആസുരികമായി കഴിഞ്ഞാൽ, മനുഷ്യന്മാരുടെ സ്വഭാവം ആസുരികമായി കഴിഞ്ഞാൽ പ്രകൃതി അവരെ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങും. പ്രകൃതി മനുഷ്യന്റെ ജീവിതത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ വരും. അപ്പോൾ അവർ വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും.
യുദ്ധമായിട്ടും അസുഖങ്ങളായിട്ടും അതേപോലെ മനോവ്യഥകളായിട്ടും മാനസിക പ്രയാസങ്ങളായിട്ടും അല്ലെങ്കിൽ കലഹങ്ങളായിട്ടും ഒക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് മുക്തി നേടാൻ അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് ശൗനകാദി മഹർഷിമാർ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നു. അതിന്റെ വിശദീകരണമായിട്ടാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം സൂത ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശൗനകാദി മഹർഷിമാർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇഹഘോരെ കലൗ പ്രായേ ജീവശ്ചാസുരതാം ഗത ക്ലേശാക്രാന്തസ്യ തസ്സൈവ ശോധനേ കിം പരായണം. ഈ ഘോരമായിട്ടുള്ള കലിയുഗത്തിൽ മനുഷ്യന്മാരെല്ലാം ആസുരികമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അസുരിക സ്വഭാവമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ക്ലേശാക്രാന്തസ്യ തസ്സൈവ. അസുരിക സ്വഭാവമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദുഃഖങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. ആ ദുഃഖത്തിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ എന്താണ് മാർഗം? കലിയുഗത്തിന്റെ ഈ വലിയ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താണ് മാർഗം എന്ന് ശൗനകാദി മഹർഷിമാർ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നു. അപ്പൊ അതിന് മറുപടിയായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് സൂത ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ ഉള്ള എല്ലാ ശ്ലോകങ്ങളും നമ്മൾ വായിക്കുന്നില്ല. അതിൽ നമ്മൾ ചുരുക്കി ചില പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ പറയുന്നുണ്ട്: കാലവ്യാള മുഖാഗ്രാസ ത്രാസ നിർനാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുപോലെയാണ്? വലിയൊരു വിഷസർപ്പം പോലെയാണ് എന്ന് പറയും. ആ വിഷസർപ്പം കലിയുഗത്തിലെ എല്ലാവരെയും ഗ്രസിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പിടിച്ചിരിക്കുകയാണ്. ആ വിഷസർപ്പത്തിന്റെ വായിൽ നിന്ന് കലിയുഗത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പ്രവചിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആരൊക്കെയാണോ കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് അവർക്ക് ഈ കലിയുഗത്തിന്റെ ബാധ ഏൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതം ദിവസം വായിച്ചു കഴിഞ്ഞാൽ അവരെ കലിയുഗത്തിന്റെ ബാധ ഏൽക്കുകയില്ല. അല്ലെങ്കിൽ ആ കലിയുഗമാകുന്ന വിഷസർപ്പത്തിന്റെ വിഷം അവരെ ബാധിക്കുന്നില്ല. അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നീട് ശ്രീമദ് ഭാഗവതം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് തന്നെ, ഒരു വ്യക്തിയുടെ കയ്യിൽ ശ്രീമദ് ഭാഗവതം ഉണ്ടെങ്കിൽ, നമുക്ക് ശ്രീമദ് ഭാഗവതം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒരു സാധാരണ സംഗതിയല്ല എന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും ശ്രീമദ് ഭാഗവതം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജന്മാന്തരമായിട്ടുള്ള പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ലഭിച്ചത് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇപ്പോൾ ചിലപ്പോൾ വളരെ വളരെ എളുപ്പത്തിൽ ശ്രീമദ് ഭാഗവതം ലഭിച്ചിട്ടുണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ സംഭവമല്ല എന്നാണ് പറയുന്നത്. ഒരുപാട് അനേക ജന്മത്തിലെ പുണ്യം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ശ്രീമദ് ഭാഗവതം ലഭിക്കുകയുള്ളൂ എന്നിവിടെ പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഭാഗവതം വായിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ ഭാഗവതം മനസ്സിലാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഭാഗവതം ലഭിക്കണമെങ്കിൽ തന്നെ, നമ്മുടെ കയ്യിൽ ഭാഗവതം പുരാണം ലഭിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ഒരുപാട് ജന്മത്തിലെ പുണ്യം നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആരുടെയൊക്കെ കയ്യിൽ ഭാഗവതം ഉണ്ടോ അതിന്റെ അർത്ഥം അവര് അനേക ജന്മത്തിൽ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഭാഗവതം ലഭിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ഭാഗവതം ലഭിക്കണമെങ്കിൽ തന്നെ ഒരുപാട് പുണ്യം ചെയ്തിരിക്കണം. അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട്. എന്താണ് ഉദാഹരണം? പരീക്ഷിത് മഹാരാജാവിന് ശുകദേവ് ബ്രഹ്മർഷി ഗംഗാനദിയുടെ തീരത്ത് വെച്ച് ശ്രീമദ് ഭാഗവതം പ്രവചിച്ച് അവിടെ പറഞ്ഞു കൊടുക്കാൻ നേരത്ത് ദേവലോകത്തിൽ നിന്നും ദേവന്മാർ ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. ദേവന്മാർ എന്തിനാണ് വന്നത്? ഞങ്ങൾക്ക് ഈ ഭാഗവതം ലഭിക്കണം, കുറച്ച് അമൃതം, അവരുടെ കയ്യിൽ അമൃതം ധാരാളമായിട്ടുണ്ട്. സ്വർഗത്തിൽ അമൃതത്തിന് ദൗർലഭ്യമില്ല. അതുകൊണ്ട് അവിടുന്ന് കുറച്ച് അമൃത കുംഭവുമായിട്ടാണ് അവര്
ശ്രീമദ് ഭാഗവതം ചോദിക്കാൻ വേണ്ടി സൂതഗോസ്വാമിയോട് ശുകദേവ് ബ്രഹ്മർഷിയോട് ഭാഗവതം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങൾ ഈ അമൃതകുംഭം തരാം, ഞങ്ങൾക്ക് പകരമായിട്ട് ശ്രീമദ് ഭാഗവതം വേണം എന്ന് ശുകദേവ് ബ്രഹ്മർഷിയോട് പറഞ്ഞു. അത് കേട്ട ശുകദേവ് ബ്രഹ്മർഷി ഉള്ളിൽ ചിരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഒരു ശ്ലോകം ഇവിടെ പറയുന്നുണ്ട്, ബ്രഹ്മരാധോ വിചാരേവം തഥാ ദേവാൻ ജഹാസഹ. ശുകദേവ് ബ്രഹ്മർഷി ഉള്ളിൽ ചിരിച്ചു. എന്താണ് ചിരിക്കാൻ കാരണം? ഈ ദേവന്മാർക്ക് ഇപ്പോഴും ശ്രീമദ് ഭാഗവതത്തിന്റെ വില മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് ശ്രീമദ് ഭാഗവതം? ശ്രീമദ് ഭാഗവതം കുറച്ച് അമൃതം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ഇവര് വിചാരിക്കുന്നത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ യഥാർത്ഥ മൂല്യം ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ശുകദേവ് ബ്രഹ്മർഷി ഉള്ളിൽ ചിരിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല, അവർക്ക് ശ്രീമദ് ഭാഗവതം ആ സമയത്ത് കൊടുക്കാനും തയ്യാറായില്ല. ശുകദേവ് ബ്രഹ്മർഷി ആ സമയത്ത് ശ്രീമദ് ഭാഗവതം കൊടുക്കുന്നുമില്ല. കാരണം എന്താണ്? അവരിങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ ഭാഗവതം വാങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് അമൃതം കൊടുത്തിട്ട്, കുംഭം കൊടുത്ത് ശ്രീമദ് ഭാഗവതം വാങ്ങാമെന്ന് അവര് വിചാരിച്ചു. അങ്ങനെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും സാധനം കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല ശ്രീമദ് ഭാഗവതം. അത് അവർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ശ്രീമദ് ഭാഗവതം അവർക്ക് കൊടുക്കുന്നില്ല എന്ന് ശുകദേവ് ബ്രഹ്മർഷി പറഞ്ഞു എന്ന് പറഞ്ഞു. ശുകദേവ് ബ്രഹ്മർഷി പറയുന്നുണ്ട്, കൊ സുധാ കൊ കഥാ ലോകേ കൊ കാജ കൊ മണിർ മഹാൻ ബ്രഹ്മരാധാ വിചാരേവം തഥാ ദേവാൻ ജഹാസഹ. ഇവർക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് കുറച്ച് അമൃതത്തിന് പകരമായിട്ട് ഞാൻ ശ്രീമദ് ഭാഗവതം കൊടുക്കുന്നത് എന്ന് ശുകദേവ് ബ്രഹ്മർഷി വിചാരിക്കാം. അതിനൊരു ഉദാഹരണം ശുകദേവ് ബ്രഹ്മർഷി പറയുന്നുണ്ട്. ഒരു സാധാരണ മുത്ത് തന്നിട്ട് ഏറ്റവും വിലയുള്ള വജ്രം വേണം എന്നെങ്ങനെയാണ് ആവശ്യപ്പെടാൻ സാധിക്കുന്നത്? ഒരു സാധാരണ മുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും വജ്രം ലഭിക്കുന്നില്ല. അതേപോലെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അമൃത് കൊടുത്തിട്ട് ഭാഗവതം വേണമെന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം അവർ ഭക്തിയോട് കൂടിയിട്ടല്ല ഭാഗവതം ചോദിച്ചിട്ടുള്ളത്. ഭക്തന്മാർക്ക് മാത്രമേ ഭാഗവതം മനസ്സിലാകുകയുള്ളൂ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവർക്ക് ഭാഗവതം കൊടുക്കുന്നില്ല എന്ന് ശുകദേവ് ബ്രഹ്മർഷി തീരുമാനിച്ചു. അതുകൊണ്ട് ഭാഗവതം എന്താണ്? സുരാണാഭി ദുർലഭം എന്ന്. സുരന്മാർക്ക് പോലും കിട്ടാൻ പ്രയാസമുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്നിവിടെ പറയുന്നു. സുരാണാഭി ദുർലഭം. ശ്രീമദ് ഭാഗവതി വാർത്ത സുരാണാഭി ദുർലഭം. സുരന്മാർക്ക് പോലും, ദേവന്മാർക്ക് പോലും അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല ശ്രീമദ് ഭാഗവതം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭാഗവതം എന്തുകൊണ്ടാണ് ശുകദേവ് ബ്രഹ്മർഷി കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ പരീക്ഷത്തിന് നിമിത്തമായിട്ട് കലിയുഗത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? അത് ശുകദേവ് ബ്രഹ്മർഷിയുടെ കാരുണ്യമാണ് എന്ന് പറയും. ശുകദേവ് ബ്രഹ്മർഷിയുടെ കാരുണ്യം കൊണ്ടാണ് കലിയുഗത്തിലെ സാധാരണ ജനങ്ങൾക്ക് ശ്രീമദ് ഭാഗവതം കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം സുരാണഭി ദുർലഭം ആണെന്ന് പറഞ്ഞിരിക്കും. ദേവന്മാർക്ക് പോലും കിട്ടാൻ പ്രയാസമുള്ളതാണ് ശ്രീമദ് ഭാഗവതം. അത് കലിയുഗത്തിലെ ജനങ്ങൾക്ക് ശുകദേവ് ബ്രഹ്മർഷിയുടെ കാരുണ്യം കൊണ്ട് കൊടുത്തതാണ് എന്ന് പറയും. അത്രയ്ക്കും ദുർലഭമാണ് എന്ന് പറയും. പിന്നീട് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ തന്നെ രൂപമാണ് എന്ന് പറയും. ശ്രീമദ് ഭാഗവതവും ഭഗവാന്റെ വിഗ്രഹവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത് അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിനെ കാണണം എന്നാണ് പറയുന്നത്. ഏതൊരു വ്യക്തിയാണോ ശ്രീമദ് ഭാഗവതം കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ ശ്രീമദ് ഭാഗവതത്തിനെ പൂജിക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ ശ്രീമദ് ഭാഗവതത്തിനെ നമസ്കരിക്കുന്നത്, ആ വ്യക്തിയുടെ എല്ലാവിധ പാപങ്ങളും അതുകൊണ്ട് തന്നെ ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അദ്ദേഹത്തിന് മനസ്സിലായി ശ്രീമദ് ഭാഗവതവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന വ്യക്തിക്ക് ബോധ്യപ്പെട്ടു. അതിവിടെ പറയുന്നുണ്ട്. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലോ
പഠനാ ശ്രവണാ സദ്യോ വൈകുണ്ഠഫലദായകം. കലിയുഗത്തിൽ ഭഗവാന്റെ രൂപമാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാൻ തന്നെ അവതരിച്ചിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതമായിട്ട്. കലിയുഗത്തിൽ ആരൊക്കെയാണോ ഈ ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് അല്ലെങ്കിൽ ശ്രവിക്കുന്നത്, അതിനുള്ള ഭാഗ്യം ആർക്കാണോ ലഭിച്ചിട്ടുള്ളത് അവർക്ക് എന്ത് സംഭവിക്കും? പഠനാ ശ്രവണാ സദ്യോ വൈകുണ്ഠഫലദായകം എന്നാണ് പറയുന്നത്. അവർക്കെല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാം. ശ്രീമദ് ഭാഗവതം നമ്മൾക്ക് കാണിച്ചു തരുന്ന വഴി എങ്ങോട്ടുള്ള വഴിയാണ്? ഭഗവാന്റെ ധാമത്തിലേക്കുള്ള വഴിയാണ്, വൈകുണ്ഠത്തിലേക്കുള്ള വഴിയാണ്. എല്ലാ ഗ്രന്ഥങ്ങളും വൈകുണ്ഠത്തിലേക്കുള്ള വഴിയല്ല എന്നാണ് പറയുന്നത്. ഇനി പിന്നീട് സനകാദി മഹർഷിമാർ വിവരിക്കുന്നുണ്ട്. നമ്മൾ ഏത് ഗ്രന്ഥം പഠിച്ചാലും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് ഉറപ്പില്ല. വേദങ്ങളൊക്കെ പഠിച്ചാലും വൈകുണ്ഠത്തിൽ എത്താൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വേദങ്ങളൊക്കെ പഠിച്ചാലും നമ്മൾക്ക് വൈകുണ്ഠത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാമോ ശ്ലോകം? ഭഗവാൻ പറയുന്നുണ്ട്, ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലബന്ധി. അല്ലെ? ഏവം ത്രയീധർമ്മം, 3 വേദങ്ങളും പൂർണ്ണമായിട്ടും പഠിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. പക്ഷെ എവിടേക്കാണ് എത്തുന്നത്? ഗതാഗതം കാമകാമാലബന്ധി. ഈ ബ്രഹ്മലോകം മുതൽ പാതാളം വരെയുള്ള ലോകങ്ങളിൽ കറങ്ങാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം വേദങ്ങളിൽ അധികം പറയുന്നത് ഉയർന്ന ലോകങ്ങളിലേക്ക്, സ്വർഗീയ ലോകങ്ങളിലേക്കൊക്കെ പോകാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. വൈകുണ്ഠത്തിലേക്കുള്ള വഴി അധികം വേദങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഭാഗവതത്തിൽ വൈകുണ്ഠത്തിലേക്കുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. വൈകുണ്ഠപന്ഥ എന്നാണ് ഭാഗവതത്തിനെ വിളിക്കുന്നത്. ആർക്കാണോ കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതം പഠിക്കാൻ, വായിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്, ആർക്കാണോ ശ്രീമദ് ഭാഗവതം ശ്രവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളത്, അവർക്കെല്ലാം വൈകുണ്ഠ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് പറയുന്നു. ഇവിടെ പത്മപുരാണത്തിൽ പറയുന്നതാണ്, പഠനാത് ശ്രവണാ സദ്യോ വൈകുണ്ഠഫലദായകം. കലിയുഗത്തിൽ പ്രത്യേകിച്ചും, കലിയുഗത്തിൽ അത് മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഭാഗവതം ശ്രവിക്കുക, ഭാഗവതം വായിക്കുക, ശ്രവണം, കീർത്തനം, ഇത് ഭാഗവതത്തിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭാഗവത ശ്രവണവും ഭാഗവത കീർത്തനവും ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് വൈകുണ്ഠത്തിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. കാരണം ശ്രീമദ് ഭാഗവതം നേരിട്ട് ഭഗവാന്റെ രൂപം തന്നെയാണ് എന്ന് പറയും. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലോ പഠനാ ശ്രവണാ സദ്യോ വൈകുണ്ഠഫലദായകം എന്ന് പറയും. ആ സമയത്ത് ശ്രീമദ് ഭാഗവതത്തിന് അത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ശൗനകാദി മഹർഷിമാർ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നാരദ മഹർഷി പണ്ട് സനകാദി മഹർഷിമാരോട് ഭാഗവത ശ്രവണത്തിന്റെ വിധി, എങ്ങനെയാണ് ഭാഗവതം ശ്രവിക്കേണ്ടത്, അതിനെന്തെങ്കിലും വിധിയുണ്ടോ, അതിന്റെ മഹാത്മ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാരദ മഹർഷി. അതിന് സനകാദി മഹർഷിമാർ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ ശ്രവണ വിധികളെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നാരദ മഹർഷി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം എന്താണ്, അതിന്റെ ശ്രവണ വിധി എന്താണ് എന്ന് ചോദിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതേപോലെ എവിടെ വെച്ചിട്ടാണ് നാരദ മഹർഷി സനകാദി മഹർഷിമാരോട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ സുതഗോസ്വാമി അതിനിടയായ ഒരു സംഭവം പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷിക്കുണ്ടായ ഒരു അനുഭവം, നാരദ മഹർഷിക്ക് കലിയുഗത്തിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, അല്ലെ? നാരദ മഹർഷി ഒരു ദിവസം കലിയുഗം ആരംഭിച്ചതിന് ശേഷം
കലിയുഗത്തിലെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഭൂമിയിൽ വന്നു എന്നാണ് പറയുന്നത്. ഭൂമിയിലേക്ക് വന്നു. സാധാരണഗതിയിൽ കലിയുഗത്തിൽ ദേവന്മാരാരും ഭൂമിയിലേക്ക് വരാറില്ല. കാരണം കലിയുഗം അത്രയും മോശമാണ്. പക്ഷേ നാരദ മഹർഷി കലിയുഗത്തിലെ ജനങ്ങളോടുള്ള സഹതാപം കൊണ്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നാരദ മഹർഷി ഭാരതത്തിലും വന്നു. ഭാരതത്തിൽ എല്ലാ തീർത്ഥസ്ഥാനങ്ങളിലും ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി എന്ന് പറയും. അപ്പൊ നാരദ മഹർഷി തന്നെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് എവിടേക്കാണ് നാരദ മഹർഷി പോയത് എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തഥാ. ഭാരതത്തിലുള്ള എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും നാരദ മഹർഷി ചുറ്റി സഞ്ചരിച്ചു. പുഷ്കരം അല്ലെ, പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി. പുഷ്കര തീർത്ഥം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം. ഹരിക്ഷേത്രം എന്ന് പറയുന്നത് ഹരിദ്വാറാണ്. ഹരിദ്വാർ, അതേപോലെ കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം, രാമേശ്വരം, ഇവിടൊക്കെ ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് നാരദ മഹർഷി കലിയുഗത്തില്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ തീർത്ഥസ്ഥലത്തിൽ ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീർത്ഥാടനം നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ സന്തോഷമുണ്ടാകും. മനസ്സിന് വലിയ സമാധാനം അനുഭവപ്പെടും. കാരണം നമ്മുടെ പാപമൊക്കെ ഇല്ലാതാകും. പക്ഷെ ഇങ്ങനെയുള്ള പുണ്യതീർത്ഥങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടും നാരദ മഹർഷിക്ക് യാതൊരു സന്തോഷവും അനുഭവപ്പെട്ടില്ല, അല്ലെങ്കിൽ ഒരു സമാധാനവും അനുഭവപ്പെട്ടില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. നാപശ്യം കുത്രചിത് ശർമ്മ മനസ്സന്തോഷകാരകം കലിന അധർമ്മമിത്രേണ ധരേയം ബാധിതാധന. ഇത്രയും തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ടും എനിക്ക് യാതൊരു സന്തോഷവും അനുഭവപ്പെട്ടില്ല എന്ന് നാരദ മഹർഷി പറയുകയാണ്. കാരണം എന്താണ്? എല്ലായിടത്തും കലിയുടെ ബാധയാണ് ഞാൻ കണ്ടത് എന്ന് പറയും. കലി എല്ലായിടത്തും ബാധിച്ചിരിക്കുന്നു. തീർത്ഥസ്ഥലങ്ങളെ പോലും കലിയുടെ ആ അധർമ്മത്തിന്റെ ബാധ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഇപ്പൊ നാരദ മഹർഷി എന്തൊക്കെയാണ് ആ കലിയുഗത്തിലെ തീർത്ഥസ്ഥലങ്ങളിൽ കണ്ടത്, അല്ലെങ്കിൽ ഭാരതത്തിലുടനീളം കണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. നാരദ മഹർഷിയുടെ മനസ്സും അടുപ്പിച്ച കാഴ്ചകൾ നാരദ മഹർഷി വിശദീകരിക്കുന്നു. സത്യം നാസ്തി തവ ശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവാവരാക കൂടഭാഷിണ. എവിടെയും ആരും സത്യം പറയുന്നില്ല. എല്ലാവരും പരസ്പരം പറയുന്നത് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള സംസാരമാണ്, അല്ലെ? വീട്ടിലായാലും കുടുംബത്തിലായാൽ പോലും ആളുകൾ നേരായ രീതിയിൽ സംസാരിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നു. സത്യം നാസ്തി തപശൗചം. ആരും യഥാർത്ഥ രീതിയിലുള്ള തപസ് ചെയ്യുന്നില്ല. ഇന്ദ്രിയ നിയന്ത്രണം ആരും ചെയ്യുന്നില്ല. ശൗചം, ശുചിത്വമില്ല. ദയാദാനം ന വിദ്യതേ. ജനങ്ങൾക്ക് ദയയില്ല. തങ്ങളെക്കാൾ കഷ്ടപ്പെടുന്നവരോട് മറ്റുള്ളവർക്ക് ദയയില്ല. ആരെങ്കിലും തങ്ങളെക്കാൾ ദുർബലരാണെങ്കിൽ അവരോട് സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ദയ ഉണ്ടാകും. പക്ഷെ കലിയുഗത്തിലെ ആളുകൾ എങ്ങനെയാണ്? തങ്ങളെക്കാൾ ദുർബലരായിട്ടുള്ള ജനങ്ങളോട് അവർ ക്രൂരതയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അപ്പൊ ആർക്കും ദയയില്ല എന്ന് പറയുന്നു. ദയാ ദാനം ന വിദ്യത. എവിടെയും ദാനം നൽകുന്നില്ല. ആർക്കൊക്കെയാണ് സമ്പത്ത് കൂടുതലുള്ളത്, അവർ കൂടുതൽ സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കാനാണ് ശ്രമിക്കുന്നത്. ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുന്നില്ല. ഇങ്ങനെ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളൊന്നും എവിടെയും നാരദ മഹർഷിക്ക് കാണാൻ സാധിച്ചില്ല എന്ന് പറയും. എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത്? ഉദരം ഭരിണ ജീവ വരാഗ കൂടഭാഷിണ. എല്ലാവരും ഉദരം ഭരിണ, വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടി നടക്കുന്നത് എന്ന് പറയും. കലിയുഗത്തിൽ എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യം എന്താണ്? ശാരീരികമായിട്ടുള്ള പോഷണം, ഇന്ദ്രിയ സംതൃപ്തി.
അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടി നടക്കുന്നത്. വരാക കൂടഭാഷണ, അതിനുവേണ്ടി എന്ത് തെറ്റ് ചെയ്യാനും അവർ തയ്യാറാണ്. നാരദ മഹർഷി കണ്ടു. ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതേപോലെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെ യവനന്മാരുടെയും മ്ലേച്ഛന്മാരുടെയും കൈപ്പിടിയിൽ പെട്ടുപോകും എന്ന് പറയുന്നു. അവരുടെ അധീനതയിലാകും എന്ന് പറയുന്നു. രുദ്ധ തീർത്ഥാനി സരിതസ്ഥത ദേവത യതനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരിഷ. തീർത്ഥാടന ദുഷ്ടന്മാരുടെ താവളങ്ങളായിട്ട് മാറും എന്ന് പറയും. യഥാർത്ഥത്തിൽ തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ പുണ്യാത്മാക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കലിയുഗത്തിൽ അതൊക്കെ മാറി അവിടെയൊക്കെ ദുഷ്ടന്മാരെ കൊണ്ട് നിറയും. അതുകൊണ്ട് ആ തീർത്ഥാടന സ്ഥലത്തിന്റെ ശക്തിയും കുറയും എന്ന് പറയും. ഇതെല്ലാം കലിയുഗത്തിൽ നാരദ മഹർഷി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാഴ്ച, കലിയുഗത്തിൻ്റെതായിട്ടുള്ള ഒരു കാഴ്ച നാരദ മഹർഷി കണ്ടത്, അട്ടമന്നം ശിവോ വേദ ശൂലോ വിക്രയ ഉച്ചതേ കേശോ ഭഗമിതി പ്രോക്തം ഋഷിഭി തത്വദർശി. അന്നം വിൽക്കുന്നതായിട്ട് നാരദ മഹർഷി കണ്ടു. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിൽക്കുന്നു. ഇത് മറ്റു യുഗങ്ങളിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്, അല്ലെ? മറ്റു യുഗങ്ങളിൽ അന്നം വിൽക്കാറില്ല, അന്നം കൊടുക്കുകയാണ് ചെയ്യാം. ആർക്കൊക്കെയാണോ വിശക്കുന്നത് അവർക്കൊക്കെ അന്നം കൊടുക്കും. അത് പണത്തിന് വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്. പക്ഷെ കലിയുഗത്തിൽ പണത്തിന് വേണ്ടി അന്നം കൊടുക്കുന്നു, അന്നം വിൽക്കുന്നത് കണ്ടു. മാത്രമല്ല ബ്രാഹ്മണന്മാർ വേദങ്ങൾ വിൽക്കുന്നു, വേദജ്ഞാനം കച്ചവടം ചെയ്തു. പണത്തിന് വേണ്ടി പണം വാങ്ങിക്കൊണ്ട് വേദജ്ഞാനം പറഞ്ഞു കൊടുക്കും. ആ വേദജ്ഞാനം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് ബ്രാഹ്മണന്റെ ഡ്യൂട്ടിയാണ്, പഠനം പാഠനം. പക്ഷെ കലിയുഗത്തിൽ അതും പണത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി പറയാൻ തുടങ്ങി. ഇതും നാരദ മഹർഷി കണ്ടു. പിന്നെ എന്താണ്, സ്ത്രീകൾ അവരുടെ ചാരിത്രം വിൽക്കുന്നുവെന്ന്. സ്ത്രീകൾ ചാരിത്രം വിൽക്കുന്നു. സ്ത്രീകളുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ ആ വിശ്വാസ്യതയാണ്, അവരുടെ ചാരിത്രമാണ്. അതും അവർ യാതൊരു വിലയുമില്ലാതെ ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ കലിയുഗത്തില് നാരദ മഹർഷി കണ്ടു. അതുകൊണ്ടാണ് നാരദ മഹർഷിക്ക് യാതൊരു സന്തോഷവും ഉണ്ടായില്ല എന്ന് പറയുന്നത്. നാരദ മഹർഷി ഇത്രയും സ്ഥലങ്ങളിലൊക്കെ, തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടും നാരദ മഹർഷിക്ക് സന്തോഷം ഉണ്ടായില്ല എന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. മറ്റു യുഗങ്ങളിൽ കാണാത്ത തരത്തിലുള്ള കാഴ്ചകളൊക്കെ നാരദ മഹർഷി കണ്ടു. അതിന്റെ കൂട്ടത്തിൽ നാരദ മഹർഷി വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. നാരദ മഹർഷി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. ആ വൃന്ദാവനത്തിൽ എത്തിയ സമയത്ത് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ട് പോയി നോക്കിയ സമയത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ അടുത്ത് രണ്ട് വൃദ്ധരായിട്ടുള്ള വ്യക്തികൾ കിടക്കുന്നതും നാരദ മഹർഷി കണ്ടു എന്നോട്. വൃദ്ധൗദൗ പതിതൗ പാർശ്വേ നിശ്വസന്താവചേതനൗ ശുശ്രൂഷന്തി പ്രബോധന്തി രുദന്തി ച തയോപുര. ഒരു യുവതിയായിട്ടുള്ള സ്ത്രീയുമുണ്ട്. യുവതിയുടെ സമീപത്ത് രണ്ട് വൃദ്ധന്മാർ കിടക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് കിടക്കുന്നത്? അവര് ഇപ്പോൾ മരിക്കുമെന്നുള്ള രീതിയിൽ ദുർബലരായിട്ടാണ്. നിശ്വസന്താവചേതനം, ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടാണ് അവര് കിടക്കുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് മറ്റു പരിചാരികമാർ ചുറ്റുപാടും ഉണ്ട് എന്ന് പറയുന്നു. ആ സ്ത്രീയെ സഹായിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് പരിചാരികമാരുമുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഈ സ്ത്രീയെ, ഈ യുവതിയെ സമാധാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്താണ് നാരദ മഹർഷി അവരെ കാണുന്നത്. അപ്പൊ ആ സ്ത്രീയും ദൂരെ വെച്ച് തന്നെ നാരദ മഹർഷിയെ കണ്ടു എന്ന് പറയും. ദൂരെ വെച്ച് തന്നെ നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷിയെ കണ്ട സമയത്ത് ആ സ്ത്രീക്ക് വലിയ ആശ്വാസമായി. നാരദ മഹർഷിയെ ആ യുവതിക്ക് നേരത്തെ തന്നെ അറിയാം. ആ നാരദ മഹർഷിയോട് അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഭോ ഭോ സാധോ ക്ഷണം തിഷ്ട മച്ഛിന്താമവിനാശയ ദർശനം തവലോകസ്യ സർവദാഘാഹരം പരം. അങ്ങേ പോലെയുള്ള ഭക്തന്മാരെ കാണുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്.
അങ്ങേ പോലെയുള്ള ഭക്തന്മാരെ കണ്ടാൽ തന്നെ ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായിത്തീരും. ഞാനിപ്പോൾ വലിയ ദുഃഖത്തിലാണ്, എൻ്റെ ആ ദുഃഖത്തിന് ശമനമുണ്ടാക്കി തരണം എന്ന് ആ യുവതി നാരദ മഹർഷിയോട് അപേക്ഷിച്ചു. അപ്പൊ നാരദ മഹർഷി ചോദിക്കും, എന്താണ് കാര്യം? നീ യഥാർത്ഥത്തിൽ ആരാണ്? ഈ കിടക്കുന്ന പ്രായമായിട്ടുള്ള ആളുകൾ നിന്റെ ആരാണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ യുവതി സ്വയം പരിചയപ്പെടുത്തും, ഞാൻ ഭക്തിയാണ്, എൻ്റെ പേര് ഭക്തി എന്നാണ്. അഹം ഭക്തിരിതിഖ്യാത ഇമൗ മേ തനയാമതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ. എൻ്റെ പേര് ഭക്തിയാണ്. ഈ കിടക്കുന്ന വൃദ്ധരായിട്ടുള്ളവര് എൻ്റെ മക്കളാണ് യഥാർത്ഥത്തിൽ. ആ മക്കളുടെ പേരെന്തൊക്കെയാണ്? ജ്ഞാനവും വൈരാഗ്യവുമാണ് ഈ കിടക്കുന്നത്. ജ്ഞാനവും വൈരാഗ്യവുമാണ്. ഈ സ്ത്രീകളൊക്കെ ആരാണ്? ഈ സ്ത്രീകളൊക്കെ എന്നെ പരിചരിക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള തീർത്ഥസ്ഥലങ്ങളാണ്. നൂറുകണക്കിന് തീർത്ഥാടന സ്ഥലങ്ങൾ, തീർത്ഥ സ്ഥലങ്ങളാണ് ഈ നൂറുകണക്കിന് പരിചാരികമാരൊക്കെ. പക്ഷെ അവർക്കൊന്നും എന്നെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എത്ര വിളിച്ചിട്ടും എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നില്ല. അവരുടെ ആരോഗ്യം മുഴുവൻ നശിച്ചുപോയിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നാരദ മഹർഷി ചോദിക്കും. അപ്പോൾ ആ ഭക്തി എന്ന പേരുള്ള യുവതി വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും, ഞാനിങ്ങനെ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കലിയുഗത്തിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. പക്ഷേ കലിയുഗത്തിൽ അധികം ആസുരിക സ്വഭാവമുള്ള വ്യക്തികളാണ്, നിരീശ്വരവാദികളാണ്, ഈശ്വര വിശ്വാസമില്ലാത്തവരാണ്. അപ്പോൾ ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും കണ്ട ഉടനെ അവരാക്രമിക്കാൻ തുടങ്ങി. അവർ ഞങ്ങളെ നിരന്തരം ആക്രമിച്ചു. അങ്ങനെ നിരന്തരമായിട്ടുള്ള അവരുടെ ആക്രമണം കൊണ്ട് ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നശിച്ചുപോയി. എൻ്റെ മക്കൾ ഇങ്ങനെ ദുർബലരായി വീണുപോയി. പക്ഷെ ഞാൻ പ്രയാസപ്പെട്ട ഇവരെ ഈ വൃന്ദാവനത്തിൽ കൊണ്ടുവന്ന സമയത്ത്, വൃന്ദാവനത്തിലെത്തിയ സമയത്ത് എൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടി. എനിക്ക് വീണ്ടും യൗവനം തിരിച്ചു കിട്ടി. പക്ഷെ എൻ്റെ മക്കളുടെ യൗവനം തിരിച്ചു കിട്ടുന്നില്ല. അവരിപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എല്ലാ പരിചര്യയും ശുശ്രൂഷയും അവർക്ക് ചെയ്തു. പക്ഷെ അവർക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? അങ്ങക്ക് അറിയാമായിരിക്കും. അങ്ങ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് നാരദ മഹർഷിയോട് ആ ഭക്തിദേവി പറയുന്നു. അപ്പോൾ നാരദ മഹർഷി ഭക്തിദേവിയെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഭക്തിദേവിയാണ്, അങ്ങ് ഭക്തിദേവിയാണ്. ഭക്തിദേവി ഇങ്ങനെ ഒരിക്കലും ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണ്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് ഭക്തിദേവി, അല്ലേ? ഭക്തിദേവി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഭഗവാൻ കേൾക്കും. മുക്തി പോലും ഭക്തിയുടെ പരിചാരികയാണ്. മുക്തി എന്ന് പറയുന്ന, മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന മുക്തി പോലും അങ്ങയുടെ പരിചാരികയാണ്. അപ്പോൾ പിന്നെ അങ്ങ് ഇങ്ങനെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഭഗവാൻ അങ്ങയുടെ എല്ലാവിധ ദുഃഖങ്ങളും പരിഹരിക്കും എന്ന് പറഞ്ഞു. ഞാനൊന്ന് ശ്രമിക്കാം, ഞാൻ ഇവരെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് നാരദൻ ആ ഒരു ദൗത്യം ഏറ്റെടുക്കും. എന്നിട്ട് അവരുടെ അടുത്ത് പോയി ആ പ്രായമായി കിടക്കുന്ന ഭക്തിദേവിയുടെ മക്കളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. അവരുടെ കാതിൽ പോയിട്ട് വിളിക്കും, ഉറക്കെ വിളിക്കും, അല്ലയോ ജ്ഞാനമേ, അല്ലയോ വൈരാഗ്യമേ, എഴുന്നേൽക്കും, നിങ്ങളെ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും. നിങ്ങൾ ഈ ഭക്തിക്ക് പിന്തുണ നൽകേണ്ട ആളുകളാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും എന്ന് ഉറക്കെ വിളിക്കും, തട്ടി വിളിക്കും. പക്ഷെ എങ്ങനെ എത്ര വിളിച്ചിട്ടും അവർ എഴുന്നേൽക്കുന്നില്ല. അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് കണ്ണു തുറക്കാൻ പോലും സാധിക്കുന്നില്ല. അവരത്രയും അവശരായിരുന്നു എന്ന് പറയും. അപ്പോൾ നാരദ മഹർഷി എന്ത് ചെയ്യും? ജ്ഞാനവും വൈരാഗ്യവുമല്ലേ, ഞാൻ കുറച്ച് വേദത്തിലെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലാം എന്ന് വിചാരിച്ച് വേദങ്ങളിലെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ജ്ഞാനത്തിനെയും വൈരാഗ്യത്തിനെയും ഉണർത്തുന്നതിന് വേണ്ടി. ആ സമയത്തും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് നാരദ മഹർഷി ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലിയാൽ എന്തായാലും ജ്ഞാനവും വൈരാഗ്യം എഴുന്നേൽക്കും എന്ന് വിചാരിച്ച് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലി.
ആ സമയത്ത് ജ്ഞാനവും വൈരാഗ്യം ഒന്ന് എഴുന്നേറ്റിരിക്കും. പക്ഷെ അവർ ക്ഷീണം കൊണ്ട് വീണ്ടും അത്ഭുതമാണ്. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ചൊല്ലി നോക്കി, എന്നിട്ട് അവർക്ക് ഉണരാൻ സാധിക്കുന്നില്ല. ഇത് വലിയ അത്ഭുതമാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി എൻ്റെ കയ്യിൽ യാതൊരു വിദ്യയുമില്ല, ഉള്ള വിദ്യയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞു. ആ സമയത്ത് നാരദ മഹർഷി ഭഗവാനോട് പ്രാർത്ഥിക്കും, ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, അങ്ങ് തന്നെ ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഒരു അശരീരി, ഒരു വ്യോമവാണി, ഒരു അശരീരി നാരദ മഹർഷി കേൾക്കും എന്ന് പറയുന്നു. എന്താണ് വ്യോമവാണി? വ്യോമവാണിയിൽ പറയുന്നു, നീ പേടിക്കേണ്ട ആവശ്യമില്ല നാരദ മഹർഷി, നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഉദ്യമം പൂർത്തീകരിക്കപ്പെടും, നീ വിജയിക്കും. പക്ഷെ അതിനു വേണ്ടി എന്ത് വേണം? നീ ഒരു സത്കർമ്മം ചെയ്യണം. നീ ഇവർക്ക് വേണ്ടി ഒരു സത്കർമ്മം ചെയ്യണം. എന്താണ് സത്കർമ്മം എന്ന് ആർക്കാണ് അറിയുന്നത്? അത് ഭഗവാന്റെ ശുദ്ധഭക്തന്മാർക്കാണ് അറിയുന്നത്. എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന സത്കർമ്മം എന്ന് ഭഗവാന്റെ ശുദ്ധഭക്തന്മാർക്കാണ് അറിയുന്നത്. അതുകൊണ്ട് നീ ഭഗവാന്റെ ശുദ്ധഭക്തന്മാരോട് ചോദിക്കണം, ഇവർക്ക് വേണ്ടി എന്ത് സത്കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് നീ ചോദിക്കണം എന്ന് നാരദ മഹർഷിക്ക് ഒരു വ്യോമവാണി ലഭിച്ചു. ആകാശത്തിൽ നിന്നും ശബ്ദം ലഭിച്ചു. അത് കേട്ട സമയത്ത് നാരദ മഹർഷി വീണ്ടും എന്താണ് ഞാൻ ചെയ്യേണ്ട സത്കർമ്മം എന്ന് വിചാരിച്ച് അതറിയുന്നതിന് വേണ്ടി ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ഇങ്ങനെ കാണുന്ന ഭക്തന്മാരോട് എല്ലാവരോടും ചോദിക്കും, ഞാൻ ആ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനെയും ഉണർത്തുന്നതിന് വേണ്ടി എന്ത് സത്കർമ്മമാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ചെയ്യേണ്ട സത്കർമ്മം ജ്ഞാനവും വൈരാഗ്യവുമാണെങ്കിൽ ഭഗവത്ഗീത വായിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വേദവും വേദാന്തവും ഒക്കെ പറഞ്ഞു കൊടുക്കണം, അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഞാൻ അതൊക്കെ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞു, അതൊന്നും ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല. അതല്ലാതെ വേറെ ഒരു സത്കർമ്മമുണ്ട്, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൈമലർത്തി. ഇങ്ങനെ നാരദ മഹർഷി ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അവസാനം നാരദ മഹർഷി ബദരീകാശ്രമത്തിൽ എത്തി എന്നാണ് പറയുന്നത്. ബദരീകവനത്തിലെത്തി. ബദരീകാശ്രമത്തിൽ വെച്ച് നാരദ മഹർഷി ഭഗവാനെ ധ്യാനിക്കുന്നു. ഭഗവാനെ ധ്യാനിക്കുന്ന സമയത്ത് ആണ് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ അവിടെ എത്തിച്ചേരുന്നത്. സനകാദി മഹർഷിമാർ ചെറുപ്പം മുതലേ ശുദ്ധരായിട്ടുള്ള ബ്രഹ്മചാരികളാണ്. അവരാണ് ജ്ഞാനത്തിന്റെ അധികാരികൾ. അതുകൊണ്ട് സൂര്യ തേജസ്സിന് സമമാണ് അവരുടെ തേജസ്. ആ സൂര്യ തേജസ്സോടു കൂടി അവർ പ്രത്യക്ഷമായി എന്ന് പറയും. അപ്പോൾ ആ സനകാദി മഹർഷിമാരോട് നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്. നാരദ മഹർഷി ഇതുവരെയുള്ള സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ ഭാരതത്തിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ കലിയുഗത്തിൽ കണ്ട കാഴ്ചകളും, അതേപോലെ അവസാനം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നതും, വൃന്ദാവനത്തിൽ വെച്ച് ഭക്തിദേവിയെ കണ്ടതും, ഭക്തിദേവിയുടെ മക്കൾ ജ്ഞാനവും വൈരാഗ്യവും പ്രായമായി കിടക്കുന്നത് കണ്ടതും, അവരെ ഉണർത്താൻ ശ്രമിച്ചിട്ടും എനിക്ക് ഉണർത്താൻ സാധിച്ചില്ല. ഭഗവത്ഗീത അതേപോലെ വേദവും വേദാന്തവും ഒക്കെ ഞാൻ ചൊല്ലി നോക്കി, എന്നിട്ടും അവരെ എനിക്ക് ഉണർത്താൻ സാധിച്ചില്ല. ഇനി അവരെ ഉണർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾക്കുള്ള അത്രയും ജ്ഞാനം വേറെ ആർക്കുമില്ല. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരണം എന്ന് നാരദ മഹർഷി പറഞ്ഞു. ആ സമയത്ത് സനകാദി മഹർഷിമാർ ഉപദേശിക്കുന്നതാണ്. സനകാദി മഹർഷിമാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ആകാശവാണിയിൽ അല്ലെങ്കിൽ ആ വ്യോമവാണിയിൽ വന്നിട്ടുള്ള സത്കർമ്മം, അവർക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള സത്കർമ്മം എന്താണെന്ന് സനകാദി മഹർഷിമാർ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? സത്കർമ്മ സൂചകോ നൂനം
ജ്ഞാനയജ്ഞസ്മൃതോ ബുധേ ശ്രീമദ്ഭാഗവതാലാപ സതുഗീതാശുഖാദിഭി. ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്താൽ മതി. വളരെ ലളിതമാണ്, വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. എന്ത് ചെയ്താൽ മതി? സത്കർമ്മം എന്ന് പറഞ്ഞ് നമ്മൾ കഠിനമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തു കൊടുത്താൽ മതി. ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല പ്രഭുജി, കേൾക്കുന്നില്ല. കൃഷ്ണ പ്രഭു മ്യൂട്ടാണോ? ഹരേ കൃഷ്ണ, പ്രഭുജിയുടെ നെറ്റ് പോയതായിരിക്കും, ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ എല്ലാവരും. പ്രഭുജി ലെഫ്റ്റ് ആയി. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് പ്രഭുജി, കേൾക്കുന്നുണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഇപ്പൊ കേൾക്കാം പ്രഭുജി. ഹരേ കൃഷ്ണ. അനകാദി മഹർഷിമാർ പറഞ്ഞു കൊടുത്തു, ശ്രീമദ് ഭാഗവതം വായിച്ചാൽ മതി. ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഹരേ കൃഷ്ണ, പിന്നെയും കേൾക്കുന്നില്ല പ്രഭു. ഹരേ കൃഷ്ണ. നെറ്റ് കട്ടാവുന്നുണ്ട്. മാത്രമല്ല ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതിന്റെ ഇതിനു മുമ്പ് പറഞ്ഞത് കേട്ടില്ല പ്രഭുജി. കുറച്ച് സമയമായിട്ട് കേൾക്കുന്നില്ലായിരുന്നു പ്രഭുജി പറഞ്ഞത്. ശ്ലോക 67 പറയാൻ തുടങ്ങിയത് തൊട്ട് കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്താൽ മതി, അതുവരെ കേട്ടിട്ടുണ്ട് പ്രഭുജി. സനകാദി മഹർഷിമാർ പറഞ്ഞു കൊടുത്തു, ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്താൽ തന്നെ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും വലിയ ശക്തി ലഭിക്കും. അവരുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാവിധ ശക്തിയും അവർക്ക് തിരിച്ചു ലഭിക്കും. മാത്രമല്ല ഭക്തി ദേവിക്ക് വലിയ സന്തോഷമാകും. ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഭക്തിക്കും വലിയ സന്തോഷമാകും. അങ്ങനെ ഭക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭക്തിക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് എല്ലാവരുടെയും വീടുകളിൽ പ്രവേശിക്കാൻ സാധിക്കും. ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിനോടൊപ്പം എല്ലാ വീടുകളിലും സഞ്ചരിക്കാൻ സാധിക്കും. മാത്രമല്ല എല്ലാവരുടെയും ഹൃദയത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കും. അതാണ് ഭക്തിദേവി ആഗ്രഹിക്കുന്നത്. കലിയുഗത്തിൽ ജനങ്ങൾക്ക് രക്ഷ നേടാൻ ഭക്തിദേവി മാത്രമേ ഉള്ളൂ രക്ഷ. അപ്പോൾ ഭക്തിക്ക് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണമെങ്കിൽ ജ്ഞാനവും വൈരാഗ്യവും ഒപ്പം ഉണ്ടായിരിക്കണം മക്കളായിട്ട്. അപ്പോൾ അവർക്ക് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ലോകത്ത് മുഴുവൻ ഭക്തി വ്യാപിക്കും. എല്ലാ വീടുകളിലും ഭക്തി പ്രവേശിക്കും. എല്ലാവരുടെയും ഹൃദയത്തിലും ഭക്തി പ്രവേശിക്കും. അതിനുവേണ്ടി എന്തുമാത്രം ചെയ്താൽ മതി? ശ്രീമദ് ഭാഗവത പാരായണം ചെയ്താൽ മതി എന്ന് സനകാദി മഹർഷിമാർ പറഞ്ഞു കൊടുത്തു. അതിനോടൊപ്പം തന്നെ ശ്രീമദ്ഭാഗവതം വായിക്കുന്നതിന്റെ ആ ഒരു ശക്തിയെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. എന്താണ് പറഞ്ഞത്? പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവത ധ്വനേ കലേർ ദോഷ ഇമേ സർവേ സിംഹശബ്ദാത് വൃക ഇവ. ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ആ ധ്വനി, ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ആ ശബ്ദം എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ? നമ്മൾ ശ്രീമദ് ഭാഗവതം വീട്ടിൽ വായിക്കുകയാണെന്ന് വിചാരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ
ജന്മാദ്യസ്യ യഥാ അന്യാദ് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വര എന്ന് പറഞ്ഞിട്ട് ശ്രീമദ് ഭാഗവതം വായിക്കുന്ന ആ ശബ്ദം എത്ര ദൂരം കേൾക്കുന്നുണ്ടോ അത്രയും ദൂരത്തുള്ള കലിയുഗത്തിന്റെ എല്ലാവിധ ദോഷങ്ങളും അവിടെ നിന്ന് ഓടി ഒളിക്കുമെന്നാണ് പറയുന്നത്. ഏതുപോലെ, അതിനൊരു ഉദാഹരണം പറയുന്നത് ഏതുപോലെ, സിംഹശബ്ദാത് മൃഗായിവ. കാട്ടില് സിംഹം ഗർജിക്കുന്ന സമയത്ത് കാട്ടിലുള്ള കുറുക്കന്മാരൊക്കെ പേടിച്ച് ഓടി ഒളിക്കും. പേടിച്ച് അവരുടെ മാളത്തിലേക്ക് വീണ്ടും ഓടി ഒളിക്കും. അതുവരെ അവർ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കും. പക്ഷെ സിംഹഗർജനം കേട്ട് കഴിഞ്ഞാൽ കുറുക്കന്മാരൊക്കെ പേടിച്ച് ഓടി ഒളിക്കും. അതേപോലെ ശ്രീമദ് ഭാഗവത ധ്വനി പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവത ധ്വനേ കലേർ ദോഷ ഇമേ സർവേ സിംഹശബ്ദാത് മൃഗായ. കലിയുഗത്തിന്റെ എല്ലാവിധ ദോഷങ്ങളും ശ്രീമദ് ഭാഗവതത്തിന്റെ ധ്വനി കേട്ട് കഴിഞ്ഞാൽ കുറുക്കന്മാർ പേടിച്ചോടി ഓടി ഒളിക്കുന്നത് പോലെ ആ ദോഷങ്ങളൊക്കെ ഓടി ഒളിക്കും എന്ന് സനകാദി മഹർഷിമാർ നാരദ മുനിക്ക് പറഞ്ഞു കൊടുത്തു. മറ്റുള്ള വഴികളൊന്നും കലിയുഗത്തിൽ സാധ്യമല്ല എന്നും പറഞ്ഞു കൊടുത്തു. ദ്രവ്യയജ്ഞ തപോയജ്ഞ യോഗയജ്ഞ തഥാപരെ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച ഏതു കർമ്മ വിസൂചക. ഇതൊന്നുമല്ല സത്കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീമദ് ഭാഗവത പാരായണമാണ് ഇപ്പോൾ സത്കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. മാത്രമല്ല ശ്രീമദ് ഭാഗവതം വൈകുണ്ഠ പന്ഥാവാണ് എന്നും പറഞ്ഞു കൊടുത്തു. വൈകുണ്ഠ സാധക പന്ഥ സതു ഗോപ്യോ ഹി വർത്തത. ഇത് ഏറ്റവും രഹസ്യമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്കുള്ള വഴിയാണ് ഈ ശ്രീമദ് ഭാഗവതം എന്നും പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് കേട്ട സമയത്ത് നാരദ മഹർഷിക്ക് കുറച്ചൊരു സംശയം ഉണ്ടായി. എന്താണ് സംശയം? ഞാൻ നേരത്തെ വേദങ്ങളിലെ എല്ലാ ശ്ലോകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഭഗവത്ഗീതയും വായിച്ചു. എന്നിട്ടും ഇത്ര ഫലം ലഭിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഫലം ലഭിക്കുന്നത് എന്നുള്ളൊരു സംശയം നാരദ മഹർഷി ചോദിച്ചു. അതിന് ഉത്തരം വിശദമായിട്ട് കുമാരന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നാളെ കേൾക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. സമയമായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി.